തിരുവോസ്തയില് സന്നിധിനായിരിക്കുന്ന ദൈവത്തെ നമുക്ക് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെയുള്ള ദൈവം, ആ ജീവനുള്ള ദൈവം ഈ തിരുവോസ്തയില് നമ്മളോട് കൂടെയായിരിക്കും. സങ്കീർത്തനങ്ങള് 3-ാം അധ്യായം 5-ാം വാക്യപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ കർത്താവിൻ്റെ കരങ്ങളിലാണ്. അതെ, നമ്മുടെ ജീവിതത്തിന് ഏതൊരവസ്ഥയിൽ ദൈവം കൂടെ, ഉറക്കത്തിലായിക്കോട്ടെ, അധ്വാനത്തിലായിക്കോട്ടെ, ഒരുപക്ഷെ ജീവിതത്തിലെ ഏതൊരു സമയത്തും കൂടെയുള്ള ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുക. സങ്കീർത്തനങ്ങള് 121-ാം സങ്കീർത്തന പ്രകാരമാണ്, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ദൈവത്തിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന്. അതെ, അതേ ദൈവം ഈ തിരുവോസ്തയില് നമ്മോട് കൂടെയായിരിക്കുക. സഹായം ലഭിക്കുന്നത് ഈ കർത്താവിൽ നിന്ന്, ഈ ദൈവത്തിൽ നിന്ന്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കും. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതരൊക്കെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ഈ ആരാധന നിമിഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ദൈവകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. യേശുവിന്റെ കരങ്ങൾ ഉയർത്തിച്ച് ഇത് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് മറ്റെല്ലാ അസ്വസ്ഥതകളും ജീവിതത്തിലെ എല്ലാ ആകുലതകളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തെ ഞാൻ കണ്ടുകൊണ്ട് ആരാധന ശ്രദ്ധിക്കുന്ന നിമിഷങ്ങൾ, എന്റെ ദൈവത്തോട് ഞാൻ സംസാരിക്കുന്ന നിമിഷങ്ങളാണ്. എല്ലാ ശ്രദ്ധിക്കുക ഈശോയെ എല്ലാ നമ്മുടെ നാളെ സ്ഥാനം എല്ലാം ഈശോയെ ഏറ്റവും നിമിഷങ്ങളാണ് ആരാധന നിമിഷങ്ങൾ. ദൈവത്തെ പാടി ശ്രദ്ധിക്കുന്നത്. ഈ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു കലകൾ പഠിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ പാടി ശ്രദ്ധിക്കുന്നത് ദൈവത്തെ പകർത്തുക. പരിശുദ്ധ
എല്ലാവർക്കും ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. ക്രിസ്തു അപ്പോസ്തലന്മാരും വെള്ളത്തിൽ മറുകരയിലേക്ക് പോവുകയായിരുന്നു. ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്ര എത്രയോ സുന്ദരമായ നിമിഷങ്ങളാണ് അതൊക്കെ. നമ്മളും ആഗ്രഹിക്കുന്നില്ല ക്രിസ്തുനാഥനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട്. കഥകളിലൂടെയും ഉപമകളിലൂടെയും ക്രിസ്തുനാഥൻ അവരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്രത്യക്ഷമായി വരുന്ന കൊടുങ്കാറ്റുകൾ ആ വള്ളത്തെ വല്ലാതെ
പിടിച്ചു പിടിക്കും. വലിയ തിരമാലകൾ ആ വള്ളത്തിലേക്ക് ആഞ്ഞടിച്ചു. ശിഷ്യന്മാര് ഭയപ്പെടുവാനായിട്ട് തുടങ്ങി. ദൈവമേ, ഞങ്ങളും യാത്രയില്ലായിരുന്നു. ദൈവത്തോടൊപ്പം അപ്രത്യക്ഷമായി വന്ന ചില ദുരന്തങ്ങളെ, ചില കഷ്ടപ്പാടുകൾ കുടുംബമാകുന്ന ആ വള്ളത്തെ വല്ലാതെ പിടിച്ചു കൊലുക്കുവാനായിട്ട് തുടങ്ങി. എത്രയോ സന്തോഷപൂർവമായി ജീവിക്കുകയായിരുന്നു. പരസ്പരം പങ്കുവെച്ച്, സ്നേഹിച്ച്, വിട്ടുകൊടുത്ത്, ക്ഷമിച്ചൊക്കെ ചിലപ്പോൾ അപ്രത്യക്ഷമായി വന്ന ചില രോഗങ്ങൾ ഇവിടെ വിശ്വാസത്തെ വല്ലാതെ പിടിച്ചു പിടിക്കുക. ഇവിടെ ബന്ധങ്ങളില് വിള്ളലുകൾക്ക് കാരണമായിരിക്കും. ഒരു പക്ഷേ കടുകാതിരയാണ് ഇവിടെ കുടുംബത്തിന്റെ. ഇവിടെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടാകും. ഇവിടെ മക്കളെ കുറിച്ചുള്ള ആകുലതകൾ, ഇവിടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ആകുലതകൾ, വിവാഹം കഴിച്ച നാളുകളിൽ എത്രയോ സന്തോഷപൂർവമായിരുന്നു നമ്മുടെ കുടുംബജീവിതം. പിന്നീട് എപ്പോഴൊക്കെയോ അപ്രത്യക്ഷമായി വന്ന ചില കൊടുങ്കാറ്റുകൾ, ചില തിരമാലകൾ ഇവിടെ കുടുംബത്തെ സമാധാനത്തെ എടുത്തു മാറ്റി കാണുമായിരിക്കും. മക്കളുടെ ചില ദുശീലങ്ങൾ, മക്കളുടെ ചില ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസരങ്ങൾ, ദൈവമേ, ഇവിടെ കുടുംബത്തിലെ അസ്വസ്ഥപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന എന്തുമായിക്കോട്ടെ, ഒരു നിമിഷം ഇരു കരങ്ങളും ഈശോയുടെ നയനെ നീട്ടിപ്പിടിക്കും. നമ്മുടെ കുടുംബത്തിലെ അസ്വസ്ഥത എന്താണെന്ന് തിരിച്ചറിയുക. പരസ്പരം മനസ്സിലാക്കാതെ പോകുന്നതാണ്, അംഗീകരിക്കാതെ പോകുന്നതാണ്, ചില തെറ്റുധാരണകളാണ്, ചില ദുശീലങ്ങളാണ്, കടബാധ്യതകളാണ്, ചില വഴക്കുകളാണ്. ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. അപ്പോസ്തലന്മാർ ചെയ്തത് എന്താണ്? ഉറങ്ങുന്ന ക്രിസ്തുനാഥനെ വിളിച്ചുണർത്തിയിട്ട് പറയുകയാണ്, നീ ഇത് കാണുന്നതിൽ നശിക്കാനായി പോകുന്നത്. നമുക്ക് ചോദിക്കാം. അതേ വാത്സല്യത്തോടെ ഒരു പിതാവ് നമുക്കുണ്ട്. നമ്മൾ ചോദിക്കുന്നതൊക്കെ നൽകുന്നൊരു ദൈവം. ചോദിക്കുകയും നിങ്ങൾ ലഭിക്കും, അന്വേഷിക്കുന്നതിൽ കണ്ടത് മുട്ടുവേണ്ടി ഒന്ന് തുറന്നു കിട്ടുമെന്ന് മത്തായി സുവിശേഷം 7-ാം വാക്യത്തിൽ പറയുന്നില്ലേ? ആ വചനത്തിൽ വിശ്വസിച്ചു ഇവിടെ ചോദിക്കുവാനായി പോവുകയാണ്. എന്റെ കുടുംബത്തെ, എന്റെ വ്യക്തി ജീവിതത്തെ, എന്റെ വിവാഹ ജീവിതത്തിന്, എന്റെ മക്കളുമായുള്ള ബന്ധത്തിന് തടസ്സങ്ങളായി നിൽക്കുന്ന ആ ബന്ധത്തെ ഈശോ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരും ഉയർത്തിപ്പിടിക്കുക. ഈ ഉയർത്തിപ്പിടിച്ചിരുന്ന കരങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന നിയമങ്ങളാണ്, നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളാണ്, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളാണ്. പഠിക്കുന്ന മക്കളൊക്കെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വിവാഹപ്രായം കഴിഞ്ഞ മക്കൾക്ക്, വിവാഹം നടക്കാത്ത വേദനിക്കുന്ന മക്കളുണ്ടെങ്കിൽ, യുവതി മക്കളുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാനാണ് പോയാൽ ഇവിടെ പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഈ നിന്റെ മനസ്സിന്റെ മുറിവ് ത്രയോ അടിയേറ്റ ദൈവത്തിനറിയാ നിന്റെ സകലത്തിൻ വേദനയേ പരിഹാസങ്ങൾ നിന്ദനങ്ങൾ നിനക്കായില്ലേ ഞാനേറ്റത് കരയാതെ മകനെ കരയാതെ മകനെ കരയാതെ മകനെ കരയാതെ മകനെ കരുതുന്നവൻ ഞാനല്ലേ എന്റെ കരതാരിൽ നീയില്ലേ കരുതുന്നവൻ ഞാൻ
ഞാനല്ലേ എന്റെ കരതാരിൽ നീയില്ലേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രതിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥകൾ, കലഹങ്ങൾ, ഒന്ന് പറഞ്ഞ് രണ്ടിന് വഴക്കം, മക്കളും മാതാപിതാക്കൾ തമ്മിൽ സംസാരിക്കുന്നത്, പലപ്പോഴും ദേഷ്യപ്പെടരുതെന്നും വഴക്കിടരുതെന്നും ആഗ്രഹിച്ചിട്ടും പലപ്പോഴുമൊക്കെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴുമൊക്കെ വഴക്കുകളിലേക്കും കലഹങ്ങളിലേക്കുമാണ് ദൈവം എത്തിക്കുന്നത്. കടബാധ്യത വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ലോണുകൾ, ജപ്തിയുടെ വക്കീലായിരിക്കുക, കടബാധ്യത കൊണ്ട് പുറത്തിറങ്ങാൻ പോലും പലപ്പോഴും ഭയമാണ്. ദൈവം അടച്ചു തീർക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ എടുത്ത കടങ്ങളാണ്. 4 പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് പലപ്പോഴുമൊക്കെ കടക്കുവാനോ അത് തീർക്കുവാനോ സാധിക്കാതെ പോകുന്ന അവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പങ്കാളി സമർപ്പിക്കാം. ദൈവം തുണയായി നൽകിയതാണ് ജീവിത പങ്കാളി. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറയുന്നത് ആദത്തിന് ഹവയെ നൽകിയതുപോലെ ദൈവം ജീവിതത്തിന്റെ അവസാനം വരെ താങ്ങുത്തണലുമായി നൽകിയത് ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളി മരണപ്പെട്ടു പോയിരിക്കാം. ഒരുപക്ഷെ നമ്മളോടുള്ള ആ സ്നേഹത്തിൽ ചിലപ്പോൾ കുറവുകൾ സംഭവിച്ചതായിരിക്കാം. സമർപ്പിക്കാം. നമ്മുടെ ജീവിത പങ്കാളിക്ക് കുറവുകളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ജീവിത പങ്കാളി ഈ അൽത്താരയ്ക്ക് മുമ്പിൽ, ഈ ദൈവത്തിന് മുമ്പിൽ ചില വാഗ്ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിച്ചവരാണ്. ആ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒക്കെ ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ, എല്ലാം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകുമ്പോഴും എന്റെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം എനിക്ക് നൽകിയിട്ടില്ല. ദൈവം ദാനമായി നൽകിയതാണ്. നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സ്വപ്നങ്ങൾക്കും അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. പലപ്പോഴുമൊക്കെ നമുക്ക് വലിയ വെല്ലുവിളികളും വലിയ വിലകുതലുകളുമായി നിൽക്കുന്നുണ്ടാകും. പക്ഷെ ഓർക്കുക, നമ്മുടെ നന്മകൾ മാത്രമാണ് നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ വളരുന്നത് ഒത്തിരി സന്തോഷത്തോടെ ആഗ്രഹിക്കുന്നു. ആ മാതാപിതാക്കളെ സമർപ്പിക്കുക. പലപ്പോഴുമൊക്കെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകുവാനായിരിക്കും. നമ്മള് കുഞ്ഞായിരുന്നപ്പോൾ എല്ലാം അവരോട് പറയുമായിരുന്നു. അവരെല്ലാം നമ്മൾ പള്ളി വരത്തില്ലായിരുന്നു, യാത്ര പോവുകയില്ലായിരുന്നു. എന്നാൽ കൗമാരപ്രായത്തിലേക്ക് നമ്മൾ വിവാഹം കഴിച്ചതിന് ശേഷം പലപ്പോഴുമൊക്കെ അവരുടെ അരികിലിരിക്കാനും അവരെ കൈക്ക് പിടിക്കുവാനും അവരോട് നോക്കുവാനും അവരോട് സംസാരിക്കാനും പോലും പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിക്കാണാം. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വൃദ്ധജനങ്ങളെയും സമർപ്പിക്കാം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മുതിർന്ന മാതാപിതാക്കളെ സമർപ്പിക്കുക. നിങ്ങൾ കടന്നു പോകുന്ന രോഗപീഡനങ്ങള്, വേദനകള് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നമ്മൾ നൊന്ത് പറ്റുന്ന നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ജനിച്ച നാള് മുതൽ ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ ഇവിടെ മക്കൾക്ക് വേണ്ടിയാണ്, ഇവിടെ നന്മയ്ക്ക് വേണ്ടി, ഇവിടെ നല്ലപോലെ പഠിക്കുവാനായിട്ട്, നല്ല സ്വഭാവത്തിൽ വളരുവാനായിട്ട്, നല്ല കുടുംബജീവിതം നയിക്കുവാനായിട്ട്, ജോലിയിലേക്ക് ഭദ്രതയിലേക്ക് ജീവിക്കുവാനായിട്ടൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥികളെ സമർപ്പിക്കുക. ജ്ഞാനത്താൽ നിറയുവാനായിട്ട്, പഠിക്കുവാനും ജോലിക്കുമായിട്ട് വിദേശത്ത് മറ്റു സംസ്ഥാനങ്ങളും മറ്റു ദേശങ്ങളിലുമായിരിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന് വലിയ കൃപ ആ മക്കളുടെ മേൽ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്ത എല്ലാ യുവതിയുവാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ കൃത്യമായി നമ്മുടെ കുടുംബങ്ങളിൽ, ഇവിടെ ദേവാലയത്തിൽ, ഇവിടെ ചുറ്റുങ്ങളിലുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവപ്രകാരോചനായ ഒരു ജീവിത പങ്കാളിയെ കിട്ടുവാനായി പ്രാർത്ഥിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞിട്ടും ചില വഴക്ക്, തെറ്റുധാരണകള്, സംശയങ്ങള് ഒരുപക്ഷെ നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടെങ്കിൽ വിവാഹബന്ധം വേർപെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ പഴയ സ്നേഹത്തിലേക്ക്, ഐക്യത്തിലേക്ക്, സമാധാനത്തോടെ ഐക്യത്തോടുകൂടി സ്നേഹിച്ച് മനസ്സിലാക്കി ക്ഷമിച്ച് ജീവിക്കാൻ അവരിലേക്ക് വിളിക്കുന്നു പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഇവിടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ നിയോഗങ്ങളും ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന ദൈവം ഇതാ ഈ തിരുവസ്ഥയിലുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടി
ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മോടൊപ്പം മാലാമാരും വിശുദ്ധന്മാരും പരിശുദ്ധ കന്യാമറിയോ പിതാവും ഒക്കെ സ്വർഗത്തിൽ നിന്ന് ദൈവപിതാവിനെ സ്തുതിക്കുകയാണ്. അവരോടൊപ്പമാണ് നമ്മളൊക്കെ സ്തുതിക്കുന്നത്. ഇനി കരങ്ങൾ ഉയർത്തി വെച്ചോണ്ട് ഒന്ന് സ്തുതിച്ച് അതിരങ്ങളോട് സ്തുതിച്ച് യേശുവിന്റെ നാമം നമ്മൾ ചുമക്കുക. നമ്മുടെ നാടുകളിലാണ്, നമ്മുടെ ദൈവത്തിന് മുമ്പിലാണ്. എന്നെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഈശോയുടെ കരങ്ങളിലേക്ക് എന്റെ ദുഃഖങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയം നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വഗുണ അടിയനീതാ ദേവാ അടിയനീതാ ദേവാ അടിയനീതാ ദേവാ അടിയനീതാ. എല്ലാവർക്കും ഒട്ടുമേലായിരിക്കും. ഒരു നിമിഷം ഒരു കരങ്ങളും ഇവിടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. ഈ തിരുവവസ്ഥയിൽ സന്നിധിനായിരിക്കുന്ന ദൈവത്തെ ഒന്ന് നോക്കുക. ജീവനുള്ള ദൈവം ഈ തിരുവവസ്ഥയിൽ ജീവിതത്തിന് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ, രോഗപീഡനങ്ങൾ വന്നപ്പോൾ, ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ, ഇനാരും മനസ്സിലാക്കാതില്ല വന്നപ്പോഴൊക്കെ ഞാൻ ഈ ദേവാലയത്തിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനകൾ കേട്ടൊരു ദൈവപിത ഈ അമ്മത്തിലുണ്ട്. ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തോടാണ് നമ്മളൊക്കെ യാചിക്കുന്നത്. ദൈവം നൽകിയ ഏറ്റവും സുന്ദരമായ ദിനമാണ്. ഈശോടൊപ്പം ആയിരിക്കുവാനായിട്ട് സാധിച്ചത്, പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു, ദൈവവചനം കേൾക്കുവാനായിട്ട് സാധിച്ചു. ദൈവമേക്ക് നന്ദി പറയുകയാണ്. എല്ലാ നിയോഗങ്ങളും ഈ അത്താഴ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ വലിയ കൃപ, ദൈവത്തിന് വലിയ അനുഗ്രഹം നിങ്ങളുടെ മേലും, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും, നിങ്ങളുടെ ജീവിത മക്കളുടെ മേലും, നിങ്ങളുടെ മാതാപിതാക്കളുടെ മേലും, മക്കളുടെ മേലും, അയൽക്കാരുടെ മേലും ഈ പ്രദേശത്ത് മുഴുവൻ ഉണ്ടാകുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരമായി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾക്ക് പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതൻ സ്തോത്രമുണ്ടാകണം എന്നുമെന്നും.
പ്രവർത്തന ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറും ഇവിടുത്തെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ദിവ്യരഹസ്യം എന്ന മണവാനുള്ള വർണ്ണമേന്ന് നിത്യമായി ജീവിച്ചു വരുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ മാതാ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനവന്റെ സർവ്വസർവ്വം മുൻപിനാ കുന്തിയ